അഭിയേട്ടൻ. അഭിയേട്ടാ, ഞങ്ങള് പഞ്ചരത്നത്തിലുണ്ട്. അമൃതേച്ചി കൂടെ ഉണ്ടോ? അവിടെ നിൽക്കുന്ന റിസ്ക സേഫായി എങ്ങോട്ടെങ്കിലും മാറണം. ആരാധ്യയോടെ പോയി. ഇവിടെ ഉണ്ട് അഭിയേട്ടാ, ഞാൻ കൊടുക്കാം. മോളെ, അഭിയേട്ടനാ. ഹലോ അഭിയേട്ടാ, അമൃതേച്ചി എവിടെ? എന്റെ കൂടെ ഉണ്ട്, ഞാൻ കൊടുക്കാം. മോളെ, നിനക്കവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല. ചേച്ചി എവിടെയാ? ചേച്ചി കരയില്ല, എല്ലാം ശരിയാവും. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എനിക്കൊന്നും അറിയില്ല മോളെ. ഇത്രയും കാലം ചേർത്ത് പിടിച്ച എന്റെ കുട്ടികൾ ഞാൻ കാരണം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നല്ലോ. ചേച്ചി തോറ്റുപോയി മോളെ. നിങ്ങളെയൊക്കെ തോൽപ്പിക്കുകയും ചെയ്തു. കരയില്ല ചേച്ചി, നമുക്കൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ പഴയതുപോലെ തിരിച്ചു വരും. ഞങ്ങളില്ലേ ചേച്ചിയുടെ കൂടെ. ചേച്ചിക്കിപ്പോ ആരും ഇല്ലാതായില്ലേ? ആരും. നീ അവിടെ നല്ല കുട്ടിയായിരിക്കണം. അമ്മായിയോ ദിവ്യപ്രഭയോ എന്തേലും പറഞ്ഞാലും മോള് വഴക്കിനൊന്നും പോരുത്. നമ്മുടെ മുന്നിൽ തൽക്കാലം നമ്മുടെ മുന്നിൽ മറ്റു വഴിയൊന്നുമില്ല. എന്തു വന്നാലും മോള് സഹിക്കണം. എന്റെ കാര്യം ഓർത്ത് ചേച്ചി വിഷമിക്കണ്ട. പക്ഷെ ചേച്ചി അങ്ങോട്ട് പോവും. ഒന്നും അറിയില്ല. ചേച്ചി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നാ മതി. അഭിയേട്ടനൊന്ന് കൊടുക്കോ ഫോണ്. നമ്മളെ അഭിയേട്ടാ, എന്താ ചെയ്യാ? ഞാനില്ലേ, ധൈര്യമായിട്ടിരിക്കുക. എല്ലാം ഞാൻ നോക്കണം. വിഷമിക്കണ്ട, എല്ലാം നേരെയാവും. ഞാൻ ഉണ്ട് കൂടെ. അവളെ ഇങ്ങോട്ട് മാറ്റി നിർത്ത്. ഞങ്ങൾക്ക് സംസാരിക്കേണ്ടത് അവളോടാ. ഇനിയിപ്പോ നിങ്ങളെന്ത് സംസാരിക്കാനാ? പോലീസേ കേസെടുത്തു കഴിഞ്ഞു, ഹോട്ടൽ പൂട്ടുകയും ചെയ്തു. ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് നിങ്ങളല്ല, കോടതിയാ. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ സമ്മതിക്കില്ല ഞങ്ങള്. 10-12 പേർക്കാ വിഷബാധയേറ്റത്. അതിന് സമാധാനം പറയണം. പറ്റില്ല. ഇതാരോ മനഃപൂർവ്വം ചെയ്ത് ചതിയാ, അല്ലാതെ ഞങ്ങളാരും ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്റെ അച്ഛനും സീരിയസ് ആയിട്ട് ICU-ല. എന്റെ സങ്കടം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. മനഃപൂർവ്വം ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. ഛർദ്ദിച്ച് അവശനായി കിടക്കുമോ എന്റെ കെട്ടിയോൻ? എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ ഹോട്ടലിൽ ഞാൻ തീയിടും. ഹോട്ടലിലല്ല തീയിടേണ്ടത്, എവിടെയാ തീയിടേണ്ടത്? എല്ലാവരുടെയും ചികിത്സാ ചെലവ് ഇവളെ കൊണ്ട് കൊടുപ്പിക്കണം. അടിച്ചു പൊളിക്കടാ ഈ ഹോട്ടല്. അടിച്ചു പൊളിക്ക. അമൃത, മാറാം.
അതെ, ഇവളെ ഉപദ്രവിച്ചാല് ആശുപത്രി കിടക്കുന്നവർ രക്ഷപ്പെടുമെങ്കിൽ നിങ്ങൾ അയക്കോ. പക്ഷേ ആദ്യം എന്നെ കൊല്ലാതെ ഇവളെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. തന്റെ ഉള്ളവന്മാർ വാടാ. ജോസേ, നിന്നെയൊക്കെ ഇളക്കി വിടുന്ന ആരാന്ന് എനിക്കറിയാം. നോക്കി വെച്ചിട്ടുണ്ട് നിന്നെയൊക്കെ ഞാൻ. ഒരുത്തരെ ഞാൻ വിടാൻ പോകുന്നില്ല. തിരിച്ചു വരും.